നമസ്കാരം. ഭരണ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ അമരത്തിരിക്കുന്ന വ്യക്തികൾ തങ്ങൾക്ക് ഭരണഘടന നൽകുന്ന പരമാധികാരം എപ്രകാരം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ നീതിപൂർവമായിട്ടുള്ള നിലനിൽപ്പ് സാധ്യമാകുന്നത്. എന്നാൽ സിവിൽ സർവീസിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ടുള്ള നിഷ്പക്ഷതയും സുതാര്യതയും ഒക്കെ കൈവിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ രാഷ്ട്രീയ മേലാളന്മാരുടെയൊക്കെ തന്നെ പ്രീതിക്കോ വേണ്ടിയിട്ട് അധികാരം ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല, മൊത്തം ഭരണ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയിൽ തന്നെ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള MR അജിത് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഈ ഗുരുതര വീഴ്ച ഉന്നത പദവികളിലൊക്കെ തന്നെ ഇരിക്കുന്നവർക്ക് കാലം നൽകുന്ന ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ്. ഭരണഘടനയും നിയമവ്യവസ്ഥയും നൽകിയ വലിയ ഉത്തരവാദിത്തങ്ങളെ വകവയ്ക്കാതെ ഭരണകൂട ശക്തികളെ അന്ധമായി തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തെ സമാനതകളില്ലാത്ത ഈ ഒരു വലിയ പതനത്തിലേക്ക് തള്ളിയിട്ടത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന ഏറ്റവും നിർണായകമായ പദവിയിലിരിക്കെ സംസ്ഥാന പോലീസ് സേനയിലെ മറ്റെല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും നിർവീര്യമാക്കുന്ന രീതിയിലുള്ള സമാന്തര ഭരണമാണ് അജിത് കുമാർ നടത്തിയത്. പോലീസിൻ്റെ പരമോന്നത മേധാവിയായ DGPയെ പോലും പൂർണ്ണമായി അപ്രസക്തനാക്കിക്കൊണ്ട് ഭരണതലത്തിലെ ഉന്നത വ്യക്തികളുമായുള്ള വ്യക്തിബന്ധം മാത്രം മൂലധനമാക്കിക്കൊണ്ട് അദ്ദേഹം എല്ലാ തീരുമാനങ്ങളും തനിയെ കൈക്കൊണ്ടു. ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകിയ നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പുകളെയോ നിർദ്ദേശങ്ങളെയോ വകവയ്ക്കാതെ ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു കൊള്ളാം എന്ന അഹങ്കാരപൂർവ്വമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം എപ്പോഴും എല്ലാ കാലവും സ്വീകരിച്ചിരുന്നത്. ഉന്നത ഭരണ നേതൃത്വത്തിൻ്റെ പിന്തുണ തനിക്ക് എന്നേക്കും ഉണ്ടാകുമെന്ന തെറ്റായ ധാരണയാണ് സേനയ്ക്കുള്ളിൽ അവിടുത്തെ ആ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഘടനയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ പെരുമാറാൻ അദ്ദേഹത്തിന് പ്രേരണയായി മാറിയത്. അധികാരത്തിൻ്റെ തണലിൽ എന്ത് അനീതിയും ചെയ്യാമെന്ന ആത്മവിശ്വാസം വളർന്നതോടെ നിരപരാധികളായിട്ടുള്ള ഒട്ടേറെ വ്യക്തികളെയും വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെയും ഒക്കെ വേട്ടയാടാൻ അദ്ദേഹം മടിച്ചില്ല. സർക്കാരിനെതിരെ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിച്ച പൊതുപ്രവർത്തകർക്ക് നേരെ പോലും നടന്ന ദാക്ഷിണ്യമില്ലാത്ത പോലീസ് അതിക്രമങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുകയും അതിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരെ സംരക്ഷിക്കാൻ എന്ന വ്യാജരേഖകളും തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകളും ചമച്ച് അന്വേഷണങ്ങളൊക്കെ അട്ടിമറിക്കാൻ മുൻകൈ എടുക്കുകയും അദ്ദേഹം ചെയ്തു. വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലയളവിലും തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തിലുമൊക്കെ തന്നെ ഉയർന്നു വന്ന നിരവധിയായിട്ടുള്ള നിയമവിരുദ്ധ ഇടപാടുകളൊക്കെ തന്നെ സേനയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. നീതി നടപ്പാക്കേണ്ട നിയമപാലകൻ തന്നെ നീതി നിഷേധത്തിൻ്റെ വക്താവായിട്ട് മാറിയപ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ പെൻഷനും ആനുകൂല്യങ്ങളും തടയുന്ന കള്ളക്കേസുകൾ വരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും തുടർച്ചയായിട്ട് ഉയർന്നു വന്നതിനെ തുടർന്ന് ഒടുവിൽ ഭരണകൂടത്തിന് പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമാവുകയും അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനു മുൻപും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ തുടർന്ന് സായുധ സേനയിലേക്കും പിന്നീട് ബെവ്കോ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്കുമൊക്കെ തന്നെ അദ്ദേഹം മാറ്റപ്പെട്ടിരുന്നു. ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് താഴ്ന്ന റാങ്കിലുള്ള പദവികൾ മാത്രം നൽകി ഒതുക്കിയിട്ടും ആ പദവിയെങ്കിലും നിലനിർത്താൻ ഭരണ നേതൃത്വത്തിന് മുന്നിൽ യാചിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. എന്നിരുന്നാലും ഒടുവിൽ ഇപ്പോഴിതാ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ പോലും തനിക്കെതിരെ ഒരു നടപടിയും നിലനിൽക്കില്ലെന്ന സ്വതസിദ്ധമായിട്ടുള്ള അഹങ്കാരവും കൂസലില്ലായ്മയും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് അത് എപ്പോഴും ആ വാക്കിൽ പ്രകടമായി. സസ്പെൻഷൻ നടപടിയെ നിയമപരമായിട്ട് എളുപ്പത്തിൽ മറികടക്കാമെന്ന കടുത്ത ആത്മവിശ്വാസത്തിൽ അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. എന്നാൽ ഈ നീക്കം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായിട്ട് തകിടം മറിക്കുന്നതായിരുന്നു. സസ്പെൻഷൻ ഉത്തരവ് ട്രിബ്യൂണൽ ഉടനടി സ്റ്റേ ചെയ്യുമെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അർഹമായിട്ടുള്ള DGP പദവിയിലേക്ക് പ്രൊമോഷൻ നേടി വീണ്ടും സേനയുടെ അമരത്തേക്ക് തിരിച്ചെത്താമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ഉന്നയിച്ച് അച്ചടക്ക നടപടിയെ എതിർത്ത അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ അടിയന്തര സ്റ്റേ അനുവദിക്കാൻ ട്രിബ്യൂണൽ വിസമ്മതിച്ചു. ട്രിബ്യൂണലിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് ലഭിക്കാതിരുന്നതോടെയാണ് താൻ ഇനി തിരിച്ചു വരാൻ കഴിയാത്ത വിധം വലിയൊരു കയത്തിലേക്ക് വീണിരിക്കുകയാണെന്ന് അദ്ദേഹം ഇപ്പോൾ സ്വയം തിരിച്ചറിയുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതിശക്തമായ എതിർപ്പാണ് അജിത് കുമാറിന് ഇപ്പോൾ വൻ തിരിച്ചടിയായി മാറിയത്. ഗവർണറുടെ പേരിലിറങ്ങിയ അച്ചടക്ക ഉത്തരവിൽ സാങ്കേതിക പിഴവുകളുണ്ടെന്നും തനിക്കെതിരെ അന്വേഷണം നടത്താൻ കീഴുദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത് നിയമവിരുദ്ധമാണെന്നുമുള്ള അജിത് കുമാറിൻ്റെ വാദങ്ങളെ സർക്കാർ അഭിഭാഷകർ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. കാരണം ഉയർന്ന പദവിയിലിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത രീതിയിൽ നിരപരാധികളെ വേട്ടയാടുകയും അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്ത വ്യക്തിയാണെന്ന രൂക്ഷമായിട്ടുള്ള നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. സർവീസിൽ നിന്ന് വിരമിക്കാൻ 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു സസ്പെൻഷൻ നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന് അടുത്തതായിട്ട് ലഭിക്കേണ്ടിയിരുന്ന DGP പ്രൊമോഷൻ എന്നേക്കുമായി ഇല്ലാതാക്കിയിരിക്കുകയാണ്. തൻ്റെ സർവീസ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അപമാന ഭാരത്താൽ സസ്പെൻഷനിൽ കഴിയേണ്ട അവസ്ഥ അദ്ദേഹത്തിന് ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. സസ്പെൻഷൻ നടപടികൾക്ക് പുറമെ ഒരു പരമ്പര പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ക്രിമിനൽ കേസുകളാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. നവകേരള സദസ്സിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളിൽ എടുത്ത കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ
ഇതിൽ വളരെ പ്രധാനമാണ്. അതിലുമുപരി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ ബോധപൂർവം ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തന്നെ സൃഷ്ടിച്ചുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായിട്ട് പൂരത്തിൻ്റെ ക്രമീകരണങ്ങൾ അട്ടിമറിക്കാൻ തുനിഞ്ഞുവെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ അന്നത്തെ ഭരണമുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായിട്ട് പൂരത്തിൻ്റെ ക്രമീകരണങ്ങൾ അട്ടിമറിക്കാൻ തുനിഞ്ഞുവെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ട പോലീസ് സംവിധാനത്തെ രാഷ്ട്രീയ കളികൾക്ക് ഉപയോഗിച്ചുവെന്നത് അദ്ദേഹത്തിന് മേലുള്ള കുറ്റങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോൾ തങ്ങൾ വേട്ടയാടിയ അതേ നിയമവ്യവസ്ഥ തന്നെ തിരിച്ചടിക്കുന്നത് അജിത് കുമാറിന് നേരിടേണ്ടി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പിന്നീട് കാണുന്നത്. സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വ്യാജ റിപ്പോർട്ടുകളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതികളിൽ റൂറൽ SP തലത്തിലുമൊക്കെ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ തന്നെ പൊതുജനങ്ങൾ നൽകിയ ഹർജികളിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുക്കം ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ സമർപ്പിക്കപ്പെട്ട പരാതികൾ BNS, കേരള പോലീസ് ആക്ട് എന്നിവയിലേക്ക് തന്നെ വകുപ്പുകൾ പ്രകാരം FIRകളായിട്ട് മാറുമ്പോൾ മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന ഭരണാധികാരി തന്നെ ഒരു ക്രിമിനൽ കേസ് പ്രതിയുടെ സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ്. ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നതോടെ കോടതി നടപടികൾ പൂർത്തിയാകുന്നതുവരെ അദ്ദേഹത്തിന് സർവീസിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ വരും. ഇതിന് പുറമെ മുൻപ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ നടത്തിയ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് കേസ് രൂപത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ വലിയ ഭീഷണിയായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ വില കൂടിയ ഭൂമിയും ഫ്ളാറ്റുകളുമൊക്കെ വാങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇരട്ടി വിലയ്ക്ക് വിറ്റഴിച്ചതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണങ്ങളും കോടതി നടപടികളുമൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരു വശത്തെ ക്രിമിനൽ കേസുകളും മറുവശത്തെ അഴിമതി വിജിലൻസ് അന്വേഷണങ്ങളുമൊക്കെ മുറുകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക സ്റ്റേകൾ കൊണ്ട് മാത്രം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഇനി കഴിയില്ലെന്നും ഇത് വ്യക്തമാക്കുന്നു. സഹപ്രവർത്തകരെയും സാധാരണക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ച ഒരു അഹങ്കാരപൂർവ്വമായിട്ടുള്ള ഭരണരീതിയുടെ സ്വാഭാവിക പ്രത്യാഘാതമാണ് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ കേസ് അന്വേഷണങ്ങളിലൂടെയും വിചാരണകളിലൂടെയും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ കാറ്റിൽ പറത്തി സ്വന്തം വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും രാഷ്ട്രീയ യജമാനന്മാരെയൊക്കെ തന്നെ പ്രീതിപ്പെടുത്താനുമൊക്കെ അദ്ദേഹം അധികാര ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം അത് ഏതൊരു ഉദ്യോഗസ്ഥനും ഇപ്പോൾ കാലം കാത്തുവെച്ചിരിക്കുന്ന ഒരു തിരിച്ചടിയുടെ ഉത്തമ ഉദാഹരണമാണ് എന്ന് പറയാം. അതാണ് MR അജിത് കുമാറിൻ്റെ ഈ പതനത്തിലൂടെ വ്യക്തമാകുന്നത്. താൻ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് ഒരിക്കലും ശിക്ഷ ലഭിക്കില്ലെന്ന അഹങ്കാരവും ഭരണകൂടം എപ്പോഴും തനിക്ക് കവചമായിട്ട് നിൽക്കുമെന്ന അന്ധമായ വിശ്വാസവുമാണ് ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരം വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. വിരമിക്കൽ കാലയളവിൽ പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും പോലും തടയപ്പെടാവുന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അത് മുഴുവൻ സിവിൽ സർവീസ് മേഖലയ്ക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പ് വളരെ വലുതാണ്. നാളത്തെ ഭരണാധികാരികളാകാനായിട്ട് തയ്യാറെടുക്കുന്ന മുതിർന്ന തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് അധികാരം എങ്ങനെ ഉപയോഗിക്കരുത് എന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും കൃത്യമായ ഒരു കേസ് സ്റ്റഡിയായിട്ട് MR അജിത് കുമാറിൻ്റെ വിഷയം മാറിയിരിക്കുകയാണ്.